വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാട്ടോ. ലാസ്റ്റ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സസ്പെൻസ് ഒന്നും വേണ്ട. ഞങ്ങൾ ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകാം കേട്ടോ. കഴിഞ്ഞ 23 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫാമിലി ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഫംഗ്ഷൻ. അതിന് മുന്നേ അങ്ങ് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നമ്മളവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ പാടെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബിരിയാണി തന്നെ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ബസ് പിടിച്ചു. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ 1.5 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ പാടെ തന്നെ നമ്മളൊരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി ഇവിടെ നമുക്ക് വീട്ടിലെത്താനും ഒരു 1/2 മണിക്കൂർ ട്രാവലുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രദർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ റീച്ചായി, മേളിൽ പോയിട്ട് എല്ലാവരെയും കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇനി നമുക്ക് താഴേക്ക് പോവാം. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടോ. ഇതുവരേക്കും എന്താണ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ല അല്ലേ. ഇന്ന് അമ്മയുടെ ബ്രദറിൻ്റെ മകളുടെ ചടങ്ങാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ഋതുമതി എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചടങ്ങ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതൊക്കെ കാണുന്നത്. എനിക്കിവിടെ ഒരു ചെറിയ കല്യാണം നടന്ന പോലെ കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർ ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നതും. പിന്നെ ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ ചടങ്ങ് നമ്മളെല്ലാവരെയും പോയി ഇൻവൈറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ അടുത്ത ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 11 മണിയായപ്പോഴത്തേനും നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമേ. ടൈം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആകെ കഴിച്ചത് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ രാവിലത്തെ കാര്യങ്ങൾ ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ആൻഡ് എനിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹറിബറി ആയിരുന്നു. 11 മണിയാവുന്നുണ്ട്. സോ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. ഇനിയൊന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. സോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ ഒരു ചെറിയ ഫാമിലി ഫംഗ്ഷൻ. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് അപ്പം ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. The next day. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതെല്ലാം നല്ല വിശപ്പുണ്ട്. ഇന്നലെ കഴിച്ചത് ഇഡ്ഡലിയും പൊങ്കലും ആയിരുന്നു. പൊങ്കൽ എനിക്ക് സെറ്റായില്ല. സോ നമുക്ക് രാവിലെ വീടിൻ്റെ 3ാമത്തെ നില. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങളൊരു 2 വർഷം മുന്നേ വരുന്ന ടൈമിലും ഇവിടെ ഇത്ര ഉണ്ടായിരുന്നില്ല. അതായത് ചെറിയൊരു വീടായിരുന്നു. ആൻഡ് മേളിലോട്ട് പണി നടക്കുകയായിരുന്നു ഞങ്ങൾ വരുന്ന ടൈമിൽ. ആൻഡ് ഇപ്പോൾ വന്നിട്ട് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് 3ാമത്തെ നിലയിലാണ്. പക്ഷേ ഇത് കൊള്ളാം.
ഇന്ന് തന്നെ നമ്മൾ റിട്ടേൺ പോകും. നമുക്ക് താഴെ പോവാം, താഴെ പോയിട്ട് ചായ കുടിക്കാം. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനും ഫാമിലിയായിട്ട് നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പോയി ഒന്ന് തല കാണിച്ചിട്ട് ഞാനും കാർത്തിയും കൂടെ നേരെ നമ്മൾ വേറൊരു ലാൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇത് ഓൾറെഡി ഇവർ വീട് വെക്കാൻ വേണ്ടി മേടിച്ചിട്ടിരിക്കുന്ന ലാൻഡാണ്. പക്ഷേ ഇപ്പോൾ അവരോട് കൃഷി ചെയ്യാം കേട്ടോ. മൂത്തേമതാ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന വെജിറ്റബിൾസ് ആട്ടോ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് എൻ്റെ അമ്മ ഇരുന്നതെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് അമ്മയുടെ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് വീട്ടിൽ പോകുന്ന വഴിക്കാട്ടോ അതാ ഈ ഒരു അമ്പലം ഉള്ളത്. എല്ലാ വർഷവും ഇവിടെ ഉത്സവത്തിന് ഞങ്ങൾ വരാറുണ്ട്. അമ്മയുടെ പേരൻസ് ആട്ടോ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂടുതൽ കൊണ്ടുവരാറുള്ളതും. ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ പുറത്തേക്കൊന്ന് പോകാനായിട്ട് റെഡി ആയി നിൽപ്പുണ്ട്. എങ്ങടാ പോകണമെന്ന് ഒരേ ഐഡിയ ഇല്ലാതാട്ടോ ഞങ്ങൾ കാറിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 1/2 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത് ഒരു ആറ്റിലോട്ടാട്ടോ, ആറ് പുഴ എന്നൊക്കെ പറയും. ഇവരിവിടെ എല്ലാവരും കുളിക്കാൻ വരുന്നതാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ആറിൻ്റെ നടുക്കൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വലിയ ആഴമില്ല, പക്ഷേ ഇച്ചിരി അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദൂരത്തേക്ക് പോയില്ല. അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി കുളിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് ഇന്നാണ് തിരിച്ച് നാട്ടിൽ പോകേണ്ടത്. സോ വേഗം വീട്ടിൽ പോയി റെഡി. വീട്ടിലെത്തി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു. ഞങ്ങൾക്ക് 1:30-ക്കായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറി. സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തെങ്കാശി വരെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. തെങ്കാശിയിൽ നിന്ന് ഞങ്ങൾ ബസ്സിലാട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് 2 ദിവസത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലാഗായിട്ടുണ്ടാവും. സോ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.